ലേറ്റസ്റ്റ് ആപ്പിൾ ഈവന്റിൽ പുതിയ പ്രൊഡക്ട്സുകളായിട്ടുള്ള ഐഫോൺ 17 സീരീസ്, ഐഫോൺ 17 എയർ ആൻഡ് എയർപോഡ് 3 ആൻഡ് വാച്ച് 11 എന്നീ പ്രൊഡക്ട്സുകളാണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ന്യൂ ഡിസൈൻഡ് ആയിട്ടുള്ള ആപ്പിൾ എയർപോഡ് 3 ആണ് ഫസ്റ്റ് വൺ. പ്രീവിയസ് ജെൻ എയർപോഡ് പ്രോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 4 ടൈം ബെറ്റർ ആയിട്ടുള്ള അൾട്രാ ലോ നോയ്സ് മൈക്രോഫോൺസ് ആണ് ഇത്തവണത്തെ എയർപോഡ് 3 പ്രോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ANC-യിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എയർപോഡ് 2 പ്രോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 2 ടൈംസ് ബെറ്റർ ആയിട്ടുള്ള ANC ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പെറൻസി മോഡ് പ്ലസ് ആപ്പിൾ ഇന്റലിജൻസ് പ്ലസ് ലൈവ് ട്രാൻസ്ലേഷൻ. നമുക്ക് ഇനി മുതൽ എയർപോർട്ട് ടു എയർപോഡ് ലൈവ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും. IP57 വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ് പുതിയ എയർപോഡ് പ്രോ 3. കാലറി, അതുപോലെ തന്നെ സ്റ്റെപ്സ്, ആക്ടിവിറ്റീസ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് പോലുള്ള പരിപാടികൾ ആപ്പിൾ വാച്ച് ഇല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് ഈ ന്യൂ എയർപോഡ് പ്രോ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയും. കൂടാതെ 50+ ഫിറ്റ്നസ് ട്രാക്കിംഗ് ചെയ്യാൻ കഴിയും. ബാറ്ററി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ബാറ്ററിയാണ് ഇത്തവണത്തെ എയർപോഡ് 3 പ്രോയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 8 hours ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. നമ്പർ 2 വരുന്നത് ന്യൂ വാച്ച് ആണ്. വാച്ച് 11 സീരീസ് ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലുക്ക് വൈസ്, ഡിസൈൻ വൈസ് എല്ലാം സെയിം പ്രീവിയസ് മോഡൽ പോലെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഇത്തവണ വന്നിരിക്കുന്ന മെയിൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ വാച്ച് SE 3ൽ S10 ചിപ്സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വാച്ച് 11 ചേഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ 2x സെറാമിക് ഷീൽഡിന്റെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഗ്ലാസ് ആണ് ഇത്തവണ പ്രൊട്ടക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രീവിയസ് മോഡലിനെ അപേക്ഷിച്ചിട്ട് 2 ടൈംസ് സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ബെറ്റർ ആയിട്ടുണ്ട്, ഇംപ്രൂവ് ആയിട്ടുണ്ട്. 5G സെല്ലുലാർ ആണ് ഇത്തവണത്തെ വാച്ച് 11ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി സെല്ലുലാർ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂ ലിക്വിഡ് ഗ്ലാസ് ഡിസ്പ്ലേ ആണ് പുതിയ വാച്ച് 11 സീരീസിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഹെൽത്ത് ഫീച്ചേഴ്സിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബാറ്ററിയിൽ 24 hours ബാറ്ററി ബാക്കപ്പ് വാച്ച് 11 സീരീസിൽ ഇനി മുതൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അലൂമിനിയം ആൻഡ് ടൈറ്റാനിയം ബെൽറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഓൾ ഫീച്ചേഴ്സ് എല്ലാം പഴയതുപോലെ തന്നെ വരും. അതിൻ്റെ ലുക്കും ഡിസൈനും എല്ലാം സെയിം ആണ്. ഇത്തവണത്തെ പ്രധാന മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എയർപോഡ് 3 പ്രോയിലും ഐഫോൺ 17 സീരീസ് ആൻഡ് എയർ, ഈ 3 സീരീസിലും അടിമുടി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. SE-യിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വാച്ച് SE-യിൽ കിട്ടുന്നതായിരിക്കും. നമ്മളുടെ പഴയ SE-യിലൊക്കെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടായിരുന്നില്ല. നമുക്ക് സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റിസ്റ്റ് നമുക്ക് ഫ്ലിപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഡിസ്പ്ലേ ഓൺ ആകുമായിരുന്നു. ഇനി മുതൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ 11 മെയിൻ സീരീസിൽ മാത്രമല്ല വാച്ച് SE-യിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കിട്ടുന്നതായിരിക്കും. ഫിംഗർ ജസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഉള്ള സംഭവം പരിപാടികളെല്ലാം ഇനി മുതൽ വാച്ച് SE-യിൽ കിട്ടുന്നതായിരിക്കും. ഹാർട്ട് റേറ്റ് നോട്ടിഫിക്കേഷൻസ്, SOS, ഫോൾ ആൻഡ് ക്രാഷ് ഡിറ്റക്ഷൻസ് പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റിസ്റ്റ് ടെമ്പറേച്ചർ നോക്കാൻ കഴിയും. ഓൾ ഡേ ബാറ്ററിയാണ് SE-യിലും പറയുന്നത്. പ്ലസ് ഇതിൽ ഫാസ്റ്റ് ചാർജിങ് 15 മിനിറ്റ്സിൽ 8 hours യൂസ് ചെയ്യാൻ കഴിയുന്ന ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ലേറ്റസ്റ്റ് ആപ്പിൾ വാച്ച് SE 3ൽ വരുന്നുണ്ട്. അൾട്രയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അൾട്രാ 3 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സെയിം പഴയ പോലെ തന്നെ ആ ഒരു ലുക്കും ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. OLED LTPO 3 ആണ് പുതിയ വാച്ച് അൾട്രയിൽ ആപ്പിൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഇയറിലൊക്കെ ഐഫോൺസിൽ പ്രോ വേരിയൻസിലൊക്കെ കണ്ടുവരുന്നത് പോലെ തന്നെ ബെസൽ കുറച്ചുകൂടി ചെറുതാവും. സ്ക്രീൻ ഏരിയ കുറച്ചുകൂടി വലുപ്പത്തിലുള്ള സ്ക്രീൻ ഏരിയ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ സെല്ലുലാർ 5G കണക്ഷനാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. 2 year ആയിട്ടുള്ള മറ്റേ സാറ്റലൈറ്റ് കണക്ടിവിറ്റി 2 years ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അത് അവൈലബിൾ ആയിട്ടുള്ള കൺട്രിയിൽ. സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റീഡിസൈൻഡ് ആയിട്ടുള്ള പുതിയ ആൻറ്റിനാസ് ആണ് ഇത്തവണത്തെ വാച്ച് അൾട്രാ 3ൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി 42 hours ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി, ബാറ്ററി ബാക്കപ്പ് പറയുന്നത് സിംഗിൾ ചാർജിൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഈ ഒരു ആപ്പിൾ വാച്ച് സീരീസിൽ വരുന്ന ചേഞ്ചസ്. മെയിൻ ചേഞ്ചസ് വരുന്നത് 3 പ്രോഡക്റ്റാണ്. ഐഫോൺ 17 സീരീസ്, അതിൽ 17 പ്രോ ആൻഡ് ആ പുതിയ ലൈനപ്പ് ആയിട്ടുള്ള ഐഫോൺ എയർ, ഈ 3 ഐഫോൺസും ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ 2 സൈഡിലും പുതിയ മാറ്റങ്ങളായിട്ടാണ് ഇത്തവണത്തെ ലോഞ്ചിലെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എയർപോഡ് 3, പുതിയ എയർപോഡ് പ്രോ 3, ഇതും അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സൈസൊക്കെ കുറച്ചുകൂടി ചെറിയ സൈസിലാണ് റീഡീസെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഐഫോൺ സീരീസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 17ൽ നിന്ന് തുടങ്ങാം. ലേറ്റസ്റ്റ് ഐഫോൺ 17ൽ 6.3 ഇഞ്ചിന്റെ പ്രൊമോഷൻ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ലേറ്റസ്റ്റ് ഐഫോണിൽ 17 സീരീസ് ബേസ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഇനി മുതൽ ഓൾ സീരീസിൽ ബേസ് ലൈനിൽ തൊട്ട് ഐഫോണിൽ കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് ടൈം. പിന്നെ 3000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ്, പീക്ക് ബ്രൈറ്റ്നസ് ആണ് പറയുന്നത്. സെറാമിക് ഷീൽഡ് 2ന്റെ പ്രൊട്ടക്ഷൻ ആണ്. വിത്ത് 7 layers ഓഫ്
ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആണ് ബേസ് ലൈനപ്പ് ആയിട്ടുള്ള 17 കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് A19 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് iPhone 17. പ്രോയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രോ ലെവൽ ചിപ്സെറ്റ് ആണ്. ആ ഒരു പെർഫോമൻസ് ലെവലിൻ്റെ ഡിഫറൻസ് പ്രോ ആൻഡ് iPhone 17 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. ആപ്പിൾ ഇൻ്റലിജൻസ് iOS 26 ഓൾ ഡേ ബാറ്ററി എന്ന് തുടങ്ങുന്ന ഫീച്ചേഴ്സുകളൊക്കെയാണ് iPhone ബേസ് ലൈനപ്പ് ആയിട്ടുള്ള 17 നൽകിയിരിക്കുന്നത്. ഇതിൽ 8+ hours വീഡിയോ പ്ലേ ബാക്ക് ടൈം നമുക്ക് iPhone 16 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് വയർ ചാർജിങ് ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. 48 MB ഫ്യൂഷൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 12 MB മാക്രോ ക്യാമറ കൊടുത്തിട്ടുണ്ട്, 1x സൂം സപ്പോർട്ട് ചെയ്യും. 18 MB ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയാണ് ഇത്തവണത്തെ iPhone 17 കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേജ് ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടെക്നോളജിയാണ്. കുറച്ചുകൂടി ബിഗർ ആയിട്ടുള്ള സെൻസറാണ് ഇതിൽ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഫോൺ ഇങ്ങനെ സ്വിച്ച് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ആ 2 ഫോർമാറ്റിലുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും. വീഡിയോ സ്റ്റെബിലൈസേഷനൊക്കെ അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു പഴയ ഐഫോണിൻ്റെ ആ ഒരു ഡിസൈൻ എൻറ്റയർലി ചേഞ്ച് ആക്കിക്കൊണ്ടാണ് പുതിയ ഐഫോൺസ് ലൈനപ്പ് 17 സീരീസ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 5.6 mm തിക്നെസ് ആണ് പുതിയ iPhone എയറിൽ വരുന്നത്. മാത്രമല്ല 6.5 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ ടൈറ്റാനിയം ബിൽട്ടാണ്. സൂപ്പർ റെക്ടിന XDR പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ് iPhone എയറിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. 3000 nits ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. ന്യൂ സെറാമിക് ഷീൽഡ് 2 പ്രൊട്ടക്ഷനാണ് പുതിയ എയറിൽ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് ഈ സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനാണ്. ലേറ്റസ്റ്റ് A9 Pro ആപ്പിൾ സിലിക്കൺ ചിപ്സെറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ന്യൂ C1X പവർ എഫിഷ്യൻറ്റ് മോഡമാണ്. ഇത് C1 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 2 times ഫാസ്റ്റർ ആയിരിക്കും. ബാക്ക് ക്യാമറ കൊടുത്തിരിക്കുന്നത് 48 MB ഫ്യൂഷൻ ക്യാമറയാണ്. സെൻസർ ഷിഫ്റ്റ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന 48 MB ക്യാമറ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ക്യാമറയാണ്. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ 18 MB സെയിം സെൻട്രൽ സ്റ്റേജ് ക്യാമറയാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് AI സപ്പോർട്ട് ചെയ്യും. പ്ലസ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യും ഈ ഫ്രണ്ട് ക്യാമറയിൽ. ഡ്യുവൽ ക്യാപ്ചർ എന്നൊരു സംഭവം ഇത്തവണ ആപ്പിൾ ഒരു ഇന്നോവേഷൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കിലും ക്യാമറ ഉപയോഗിച്ചിട്ട് സെയിം ടൈമിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. വർഷങ്ങൾക്ക് മുൻപ് സാംസങ് എനിക്ക് തോന്നുന്നു S21 ആണോ S22 ആണോ S22 അൾട്രയിൽ എനിക്ക് ഈ ഒരു ഫീച്ചറുണ്ട്. അതായത് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും റിയറിലുള്ള എല്ലാ ക്യാമറയും ഉപയോഗിച്ചിട്ട് സെയിം ടൈമിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവം ആണ് ഇത്തവണ iPhone ന്യൂ എയറിൽ കൊടുത്തിട്ടുള്ളത്. ഈ സിം വേരിയൻ്റ് ആണ്. ഇനി മുതൽ പതുക്കെ സിം എന്ന് പറയുന്ന സാധനം ആപ്പിൾ ഫ്യൂച്ചറിലല്ല ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇനി മുതൽ അങ്ങോട്ടുള്ള ഫോൺസിലൊക്കെ ഈ സിം സപ്പോർട്ടഡ് ആയിരിക്കും. ഇന്റേണൽ ആയിട്ടുള്ള സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആ ഒരു സിം നീ എടുത്ത് മാറ്റും കാലക്രമേണ. ഇപ്പോൾ തന്നെ ഓൾറെഡി ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിൽ ഈ സിം വേരിയൻ്റ് ആണ് വരുന്നത് iPhone എയർ. അഡാപ്റ്റീവ് പവർ മോഡ് കൊടുത്തിട്ടുണ്ട്. ഓൾ ഡേ ബാറ്ററി ആണ് iPhone എയറിൽ പറയുന്നത്. പ്രോയിലേക്ക് വരുമ്പോഴും ആ ഒരു എൻറ്റയർ ലുക്ക് പ്രോ മാറ്റിയിട്ടുണ്ട്. ഇത്തവണത്തെ ആപ്പിളിൻ്റെ ഈ ഒരു എൻറ്റയർ ഡിസൈൻ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്, റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലുള്ള ക്യാമറ മൊഡ്യൂൾ മാറിയിട്ടുണ്ട്, ലുക്ക് മാറിയിട്ടുണ്ട്. ബിൽറ്റ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അലുമിനിയം ബിൽറ്റാണ് വരുന്നത്. പുതിയ വേപ്പർ ചേമ്പർ ടെക്നോളജി ആണ് ന്യൂ പ്രോയിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ഹീറ്റ് മാനേജ്മെൻറ്റ് ബെറ്റർ ആക്കിയിട്ടുണ്ട്. സ്ട്രോങ് അലുമിനിയം ബിൽറ്റാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷൻ. 4 times ആയിട്ടുള്ള ബെറ്റർ ക്രാക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഇത്തവണത്തെ പ്രോ സീരീസിൽ വരുന്നത്. ആൻഡ് ഫ്രണ്ട് സൈഡിൽ വരുന്നത് പുതിയ സെറാമിക് ഷീൽഡ് 2 പ്രൊട്ടക്ഷനാണ്. 7 ലെയർ ഓഫ് ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. പ്രോയിലേക്ക് വരുമ്പോഴും ഗ്രേ, ബ്ലൂ, ഓറഞ്ച് എന്നീ കളറാണ് ഇതിൻ്റെ പ്രോ വേരിയൻറ്റിൽ വരുന്നത്. A19 പ്രോയിൻ്റെ ചിപ്സെറ്റ് ആണ് പ്രോയിലും വരുന്നത്. എയറിലും പ്രോയിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം A19 പ്രോയിൻ്റെ ചിപ്സെറ്റ് ആണ്. അതിൽ ആപ്പിൾ ഇൻ്റലിജൻസിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 39 hours വീഡിയോ പ്ലേ ബാക്കിംഗ് കപ്പാസിറ്റി തരുന്ന ബാറ്ററി ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. 18 MB സെൻറ്റർ സ്റ്റേജ് ക്യാമറയാണ് ഓൾ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. എയറിലും 17 ഒക്കെ കണ്ട സെയിം ഫീച്ചേഴ്സ് തന്നെ. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പരിപാടികളെല്ലാം ആ ഒരു സെൻറ്റർ സ്റ്റേജ് ക്യാമറയിൽ വരുന്നുണ്ട്. വലിയ ബിഗർ സെൻസർ ആയതുകൊണ്ട് തന്നെ വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ടും ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാം, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. മെയിൻ ക്യാമറ 48 MB ഫ്യൂഷൻ ക്യാമറയാണ്. രണ്ടാമത്തെ ക്യാമറ വരുന്നത് 48 MB അൾട്രാ വൈഡ് ഫ്യൂഷൻ ക്യാമറ ആൻഡ് തേർഡ് ക്യാമറ 48 MB ടെലിഫോട്ടോ ക്യാമറ. ഈ 3 48 MB ലെൻസാണ് ബാക്ക് സൈഡിൽ 17 പ്രോ വേരിയൻറ്റിൽ വരുന്നത്. 4K 120 FPS സപ്പോർട്ട് ചെയ്യും. ഓറസ് റോ ഫീച്ചേഴ്സ് ആപ്പിൾ വീഡിയോ കോഡക്ക് ഇതിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജെൻ ലോക്ക് എന്ന് പറയേണ്ട ഒരു ഫീച്ചർ കൂടി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 17
സീരീസ് 17 Pro എയർ 256 GB തൊട്ടാണ് സ്റ്റോറേജ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2 TB വേരിയൻറ്റ് പ്രോ മാക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സെപ്റ്റംബർ 19th പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ആൻഡ് പ്രീ ഓർഡർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈവൻറ്റിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെയിൻ അപ്ഡേറ്റ്സ് വരുന്നത്. പ്രൈസ് റേഞ്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എയർപോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 25,900 ആൻഡ് വാച്ച് 11 സീരീസിൽ അലുമിനിയം വേരിയൻറ്റ് 2000 നിറ്റ്സ് ബ്രൈറ്റ്നസ് വൈഡ് ആംഗിൾ ഓയിലഡ് LTPO 3യുടെ 42 mm പ്രൈസ് വരുന്നത് 46,900. 46 mm പ്രൈസ് വരുന്നത് 49,900 ടൈറ്റാനിയം വേരിയൻറ്റ് 42 mm 79,900 46 mm ആകുമ്പോഴേക്കും 84,900 വരും. SC3 വരുമ്പോഴത്തേക്കും അതിൽ 1000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ്, OLED പാനലാണ്, LTPO പാനലാണ് വരുന്നത് ഡിസ്പ്ലേ. GPS വേർഷൻ 40 mm 25,900 44 mm 29,900 GPS പ്ലസ് സെല്ലുലാർ വേർഷനിലേക്ക് വരുമ്പോൾ 40 mm 30,900 44 mm സൈസിന് 33,900 വരുന്നത്. അൾട്രാ 3 വരുമ്പോഴത്തേക്ക് 89,900 49 mm ടൈറ്റാനിയം കേസാണ്, 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്, വൈഡ് ആംഗിൾ OLED ആണ് ഡിസ്പ്ലേ വരുന്നത്, LTPO 3 ആണ്. iPhone 17 256 GB 82,900 ആൻഡ് 512 GB വേരിയൻറ്റിന് 1,02,900 ആണ്. ഐഫോൺ എയറിലേക്ക് വരുമ്പോഴത്തേക്കും 256 GB വരുന്നത് 1.19 1,19,900. 512 GB 1,39,900. 1 TB 1,59,900. 17 Proയിലേക്ക് വരുമ്പോൾ 256 GB 1,34,900 വരും. 512 GB 1,54,900 വരും. 1 TB 1,74,900. പ്രോ മാക്സിലേക്ക് വരുമ്പോൾ 256 GB 1,49,900. 512 GB 1,69,900. 1 TB 1,89,900. 2 TB വേരിയൻ്റ് ഉണ്ട് 2,29,900. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.